ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന ഭീഷണി ആവർത്തിക്കുകയാണ് ഇറാൻ. എന്നാൽ ഇത്തവണ ഭീഷണി ഹോർമുസിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശത്രുക്കൾക്ക് ലാഭമുണ്ടാക്കുന്ന മറ്റെല്ലാ പ്രാദേശിക കയറ്റുമതി ഇടനാഴികളും തടയുമെന്നാണ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പാത എല്ലാവർക്കും കിട്ടണം, അല്ലെങ്കിൽ ആർക്കും ഉണ്ടാകരുത് എന്ന് കടുത്ത ഭാഷയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു IRGC. ഇത് ആഗോള വിപണിയെ വരും ദിവസങ്ങളിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാമെന്ന ആശങ്കയും ശക്തമാണ്. എന്താണ് സംഭവിക്കുന്നത്? വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരും. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $80 മുകളിലാണ്. ഈ ഉപരോധം തുടർന്നാൽ എണ്ണ വില $100 കടന്ന $125 മുതൽ $200 വരെ എത്തിയേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏകദേശം 4 മാസത്തെ പ്രതിസന്ധിക്ക് ശേഷം ആഗോള ഊർജ്ജ വിതരണം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങിയ സമയത്താണ് ഇറാൻ പുതിയ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും പ്രയോജനപ്പെടുന്ന മറ്റ് കയറ്റുമതി മാർഗങ്ങളും തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. പ്രദേശത്തെ ഊർജ്ജ കയറ്റുമതി എല്ലാവർക്കും ലഭിക്കണം, അല്ലെങ്കിൽ ആർക്കും ലഭിക്കില്ല എന്നായിരുന്നു IRGCയുടെ പ്രസ്താവന. ഊർജ്ജ വിപണിയിലെ പ്രധാന ഘടകമായ LNG വിതരണത്തെയും ഇത് സാരമായി ബാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഖത്തർ തങ്ങളുടെ വാതക കപ്പലുകൾ അയക്കുന്നത് ഈ റൂട്ടിലൂടെയാണ്. UAEയുടെ LNG കയറ്റുമതിയുടെ 196% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. LNG വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള വൈദ്യുതി ഉൽപാദനത്തെയും വൻകിട വ്യവസായങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. എണ്ണയും വാതകവും കഴിഞ്ഞാൽ ഈ ഉപരോധം ഏറ്റവും കനത്ത പ്രഹരമേൽപ്പിക്കുക കാർഷിക മേഖലയ്ക്കാണ്. ആഗോളതലത്തിൽ കടൽ മാർഗം കയറ്റി അയക്കുന്ന രാസവളങ്ങളുടെ 20% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗൾഫ് മേഖലയിലാണ്. പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നൈട്രജൻ വളമായ യൂറിയയുടെ 46% ആഗോള വ്യാപാരവും നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഇന്ത്യ തങ്ങളുടെ രാസവള ഇറക്കുമതിയുടെ 20 മുതൽ 25% ആശ്രയിക്കുന്നത് ഹോർമുസ് കടലിടുക്കിനെയാണ്. യൂറിയ, DAP, സൾഫർ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വരവ് കുറഞ്ഞാൽ ഇന്ത്യയിൽ കർഷകർക്ക് വളം കിട്ടാതാവുകയോ വലിയ വില നൽകേണ്ടി വരികയോ ചെയ്യും. ഇത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെയും കാർഷിക വിളവെടുപ്പിനെയും ബാധിക്കുകയും പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് മാത്രമല്ല, അപ്രതീക്ഷിതമായി ഈ പട്ടികയിലേക്ക് കടന്നു വന്ന ഒന്നാണ് വജ്രങ്ങൾ. എനർജി കമ്മോഡിറ്റികൾക്കൊപ്പം വജ്ര വ്യാപാരത്തെക്കുറിച്ച് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടാൻ ഒരു പ്രധാന കാരണമുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളായ ദുബായ്, ഇസ്രയേൽ എന്നിവ ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര വിപണന സംസ്കരണ ഹബ്ബുകളാണ്. യുദ്ധസമാനമായ അന്തരീക്ഷവും ഉപരോധങ്ങളും കാരണം വ്യോമഗതാഗതവും കാർഗോ സർവീസുകളും തടസ്സപ്പെട്ടാൽ ഈ വിപണി സ്തംഭിക്കും. ഇന്ത്യയിലെ സൂറത്ത് പോലുള്ള നഗരങ്ങളിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പരുക്കൻ വജ്രങ്ങൾ മുറിച്ചു മിനുക്കുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ നിന്നും മറ്റും വജ്രങ്ങളുടെ വരവ് നിലച്ചാൽ ഇന്ത്യയുടെ വജ്ര വ്യവസായത്തെയും ഇത് ബാധിക്കും. ഇന്ത്യ സമീപകാലത്തായി റഷ്യയിൽ നിന്നും മറ്റും എണ്ണ ഇറക്കുമതി ചെയ്ത് തങ്ങളുടെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ ഇന്ത്യക്കാവില്ല. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ഉണ്ടാകുന്ന ഏതൊരു വർധനവും ഇന്ത്യയെ നേരിട്ട് ബാധിക്കും. അമേരിക്കയും ഇറാനും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഹോർമുസ് മാസങ്ങളോളം അടച്ചിടുകയും ചെയ്താൽ ഇത് ആഗോളതലത്തിൽ 1970കളിലേതുപോലെ വലിയൊരു ഊർജ്ജ സാമ്പത്തിക പ്രതിസന്ധിക്കും ആഗോള മന്ദഗതിക്കും കാരണമായേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.